ABVP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാട് അവർ ആരാണോ അവർക്ക് നേതൃത്വം നൽകുന്നത് അവർ പരിശോധിക്കണം. ABVPയുടെ നേതൃത്വം തന്നെ പരിശോധിക്കണം. ഇവിടെ കേരളത്തിന്റെ കലാലയങ്ങൾ വർഗീയവൽക്കരിക്കാൻ, കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും ഗവർണർ BJPയുടെ ഭരണ താല്പര്യം മുൻനിർത്തി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അംഗീകരിച്ച് അതിന് വിധേയമായി പഞ്ചപുച്ഛമടക്കി പോകാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമല്ല എന്ന വിവരം ആദരണീയനായ ഗവർണർ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കണം. ഗവർണർ എന്ന പദവിയെ ബഹുമാനിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഗവർണർ ഭരണഘടനാ തത്വങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഗവർണർ ഭരണഘടനാ തത്വങ്ങൾക്കനുസൃതമായി നിലപാടുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ ഗവൺമെന്റിനെ ആ ഗവർണറെ അനുസരിക്കാനും ഈ കുറ്റം ചെയ്യുന്ന ഗവർണറെ ആദരിക്കാനും ഈ സമൂഹത്തിന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഗവർണറുടെ നിലപാട് പരിശോധിക്കണം. ഈ നിലപാടിനെ എതിർത്ത ബഹുമാനപ്പെട്ട ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച ABVPയുടെ നിലപാടിനെ അങ്ങേയറ്റം പ്രതിഷേധത്തോടു കൂടി മാത്രമേ നമുക്കതിനെ സമീപിക്കാൻ കഴിയുള്ളൂ. അത്തരം നിലപാടുകളിൽ നിന്ന് അവർ പിന്തിരിയണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദനം.